ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ ഗാങ്സ്റ്റർ വേൾഡിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ് ഈ കാണുന്നത്. അതെ, 10th എപ്പിസോഡ് ഓഫ് ഗാങ്സ്റ്റർ വേൾഡ്. അയ്യോ ഇപ്പം എന്തൊക്കെയോ മെസ്സേജ് എന്തൊക്കെയോ ഓപ്പണായി വന്നു. സോറി കേട്ടോ. അന്നത്തെ എപ്പിസോഡിലെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, അതെ, ഞാൻ ഇന്ന് എന്തെങ്കിലും ഒപ്പിക്കാൻ നമുക്ക്. പിന്നെ എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായി. നെയിം ടാഗില്ലേ, ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ സ്പോണറൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അടുത്തുള്ള ചെസ്റ്റിൽ നിന്നൊക്കെയാവും കിട്ടുക. അങ്ങനെയൊക്കെയാണ് കിട്ടും. അപ്പോൾ ഈ ടുട്ടൂന്ന് ഇപ്പം പേരിടലൊന്നും നടക്കില്ല. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഒരു ഫിനിഷ് അല്ലാത്തൊരു എൻഡിങ് ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അറിയാൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായിപ്പോയി. ഇത് എൻ്റെ ഒക്കെ നോക്കണല്ലോ അത്. അപ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ മേലെ ഐസാണല്ലേ, അല്ല സ്നോ ബയോമാണ് അതിൻ്റെ മേലെ. ഇപ്പോൾ നമുക്കിപ്പോൾ ബിൽഡുകളൊക്കെ കൊണ്ടുവരണം ഇവിടില്ലേ. ഇതുണ്ടല്ലേ, ഫാമിങ്ങിനൊക്കെ റെഡി ആക്കി വെച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ സ്ഥലം. ഇതൊക്കെ സെറ്റാക്കണം. ഫാമിങ്ങിനപ്പോൾ സീഡുകൾ പ്രത്യേകിച്ച് വില്ലേജിൽ നിന്ന് എടുത്ത് കാണാനുമില്ല. അപ്പോൾ വില്ലേജിൽ നിന്ന് അവിടെ നിന്ന് സീഡ് അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ട്. പിന്നെ മരം വളർത്തിയാലോ എന്നാണ് ഇപ്പോൾ ആദ്യം. അതായത് ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് മരങ്ങൾ ഉണ്ടാക്കിയല്ലേ, അത്രയൊക്കെ തന്നെ. ഇവിടെ തേനീച്ചക്കൂടെ ഉണ്ട്. നമുക്ക് പിന്നെ ഡയമണ്ട് മൈനിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡയമണ്ട് ആർമറിലോട്ട് മാറിയാലോ. നമുക്ക് വേഗം മാറാം ഡയമണ്ട് ആർമറിലോട്ട്. അപ്പം കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ അല്ലേ. ഞാൻ വെറുതെ കേവൊന്ന് ഇറങ്ങാൻ നോക്കുക. കേവൊക്കെ പറഞ്ഞു നോക്കാം നമുക്ക്. അയ്യോ എന്നെ ലാഭിക്കട്ടെ. ഫ്രണ്ട് ഫെൽ ഫ്രം ഹൈ പ്ലേസ്. അപ്പോൾ ലാഭക്കിട്ട് വീണില്ലല്ലേ, കണ്ടില്ലേ. ഇതാണ് ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോയുള്ള അവസ്ഥ. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാനാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പോകണം ഡയമണ്ട് മൈനിങ്ങിന്. അവിടെ അത്ര ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഒരേ ഹൈറ്റാണ്. അവിടെ നിന്ന് കുറഞ്ഞു, അവിടെ നിന്ന് കുറഞ്ഞു, അവിടെ നിന്ന് കുറഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്ത് പോകും. അയ്യോ, നമുക്കെന്തായാലും മൈൻഡ് ചെയ്ത് അടിക്ക് പോകട്ടെ. അതാണ് മൈൻഡ് ചെയ്ത് അടിയും കൊണ്ട് പോയപ്പോൾ ചെറിയൊരു ഗോൾ. റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ട് ഇവിടെ തന്നെ അവിടെ സെറ്റായാലോ. കയ്യിൽ അയാളൊക്കെ ഉണ്ടായ അയാളുടെ പിക്കാസും കൂടി ഉണ്ടാവും. ഈശ്വരൻ, ഞാൻ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ പോയാൽ നമ്മുടെ വീട് പറഞ്ഞെങ്കിലും ഒന്നുമില്ല. നമ്മുടെ സ്റ്റോറിക്കും പവർ കുറവാണ്. അപ്പോൾ അവിടെ എൻ്റെ ഉണ്ട്. ചങ്ങയുടെ കണ്ണിൽ നോക്കിയാൽ ഞാൻ ഡെഡാവും. ഹെൽത്ത് റീഫില്ലാവട്ടെ എന്നോടാ കളി. പിന്നല്ല, ഹെൽത്ത് റീഫില്ലാവും നമ്മൾ ഇന്നത്തെ സമയമൊക്കെ വെയിറ്റ് ചെയ്യും. ഞാൻ അടുത്ത് ചാടി ഡെഡായി. അപ്പോൾ ഹെൽത്ത് തന്നെ റീഫില്ലായി. എങ്ങനെ അയക്കോ 100% വട്ട് എന്നേ പറയുന്നത്. എനിക്കറിയാം 100% വട്ട് എന്നേ നിങ്ങൾ പറയും. എനിക്കറിയാം അത്. ഉദിച്ച് വരണ്ടേ. അയ്യോ, അപ്പോഴും പ്രശ്നം അല്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഫുഡ് 5 സ്റ്റീക്കുണ്ട്. പിന്നെന്തല്ലോ, പിന്നെ റോ 5 സ്റ്റീക്ക് ഇതന്നെ ഉള്ളൂ. ആകല്ലേ ഫുഡെന്ന് പറയാനോ ഇല്ല കേട്ടോ കാര്യമായിട്ട്. നമുക്ക് പിന്നെ മൈൻഡ് ചെയ്ത് പോകാം. ഇങ്ങനൊക്കെ തന്നെ ഓടിക്കോ. അയ്യോ,
ഞാൻ ടോർച്ച് ക്രീപ്പറും കൊണ്ട് ആദ്യമായിട്ട് ആ ക്രീപ്പർക്ക് ഒരു ഗുണമായി മാറണം. അപ്പോഴും ഡയമണ്ട് മൈനിങ്ങില്ല. എന്നാലും ഡീപ് സ്ലെറ്റ് ഡീപ് സ്ലെറ്റ് ലെവലും ഇവിടെ സോംബി സ്കെൽറ്റൻ കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാകും. പക്ഷേ വാർഡൻ എന്ന് പറഞ്ഞ സാധനം ഡീപ് സ്ലെറ്റത്തോടെ നമ്മുടെ സേഫ്റ്റി ഡീപ് സ്ലെറ്റും കൊണ്ട് എന്തെങ്കിലും ഡയമണ്ട് പണിയാണ് ഒട്ടും പവറില്ലാത്ത പിക്കാസും കൊണ്ടാണ് പോകുന്നത്. എൻ്റെ സ്ഥിതി അനുസരിച്ച് ഒരു 500 പിക്കാസെങ്കിലും വേണ്ടി വരും. അതാ ഡയമണ്ട് ഇരിക്കുന്നടാ. ഡയമണ്ട് അതാ അവിടെ ഇരിക്കുന്നു. അങ്ങനൊക്കെ തന്നെ ഡയമണ്ട് മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടല്ലോ ക്രിസ്പും കുഴപ്പമില്ല. ഹൈവ നല്ല അന്തസ്സായി കത്ത്. ഇനി എന്താ പണിയെന്നൊക്കെ വെച്ചാൽ കുറച്ച് ബ്ലോക്ക് എടുക്കണം. അയൺ അയണൊക്കെ അതിൻ്റെ ഇടയിൽ അതിനവിടെ പോയതോ? അയൺ അതിനെവിടെ പോയിൻ്റെ ഇപ്പോൾ? അയണൊക്കെ എവിടെ? പക്ഷേ എന്നാലും അയണെവിടെ? അതാണ് തിരുകൂടിയും കിട്ടാത്തത്. അമ്പുണ്ട് എഴുത്തുണ്ട്. വലിച്ച് കയറിയാലോ? അതെങ്ങനെ അയണ് വേണ്ടേ? ഇപ്പോൾ ഒരു അയണ് ഇങ്ങോട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അത് പ്രോബ്ലം ആയിരുന്നു. ചേടാ ഐഡിയ ഒരു 3 അയണ് കിട്ടിയാൽ ഓക്കെ. പക്ഷേ എന്നാലും ഇതുണ്ടായിരുന്ന അയണൊക്കെ എവിടെ പോയി? ഇതുണ്ടായിരുന്ന അയണൊക്കെ എവിടെ? ഇത് ഞാൻ കാര്യങ്ങളതിനെ മാറ്റി വെച്ചോ? ഇവിടെ അയണ്ടേ. എന്തോ ലക്കിന് അയണ്ട്. ഓക്കെ അയൻ്റെ പിക്കാസായി. എവിടെ പിക്കാസ് കയ്യിലില്ലേ? അതാ അയൺ പിക്കാസ് ഇതാ കയ്യിലുണ്ട്. ഇപ്പോൾ ഇനി നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് മെയിൻ പരിപാടി. ഇൻവെൻട്രിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ആദ്യം. എല്ലാം അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കാണാം നമുക്ക്. അയ്യോ വെച്ചിട്ട് കാണാം. ഓക്കെ സെറ്റ് 2 അയൺ പിക്കാസ് എല്ലാം ഉണ്ട്. സെറ്റടാ. ഇനി മൈനിങ് ആരും പോയിക്കണ്ട. അങ്ങനെ പോയി ശരിയാവൂലെ? ഒരു സോഡും കൂടി കിടക്കാം. വാ. അയ്യോ ടുട്ടൂനോട് യാത്ര പറഞ്ഞില്ല. സാരമില്ല. ടുട്ടൂനോട് യാത്ര പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വേഗം വാ, നമുക്ക് ഡയമണ്ട് എടുക്കാമല്ലോ. അവിടെ 2 ഡയമണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടാണ്. അതിനെ ഞാൻ പോകാൻ സമ്മതിക്കില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. എവിടെടാ? എങ്ങണ്ട് ഒറ്റയടിക്ക് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം. ഹെൽത്ത് റീഫില്ലാവട്ടെ കേട്ടോ. ഓക്കെ റീഫില്ലാവുന്നപ്പോഴും റീഫില്ലാവും തോന്നുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം. ആർക്കത് ഇഷ്ടപ്പെടുമല്ല. ഡയമണ്ട് മൈനിങ്ങിന് പോയി വീണ്ടും ഫെയിലായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡയമണ്ട് മൈനിങ് സെറ്റാക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഉണ്ടാക്കണമെന്ന്. എവിടെ ഫുഡല്ലേ കയ്യിൽ? പിന്നൊരു കാര്യം, അടുത്ത എപ്പിസോഡ് ആവാൻ വിളിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട.
അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും എന്തായാലും നമ്മളെന്താ ഫുഡൊക്കെ ഒപ്പിക്കിട്ടോ. എന്നിട്ട് അടുത്ത എപ്പിസോഡ് ഇടും. അപ്പോൾ ഫുഡ് ഒപ്പിച്ചിട്ട് അടുത്ത എപ്പിസോഡ് വരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.